ഇക്കഴിഞ്ഞ 12-ാം തീയതിയാണ് മാവുവിള വീട്ടിൽ പ്രിയംവദയെ കാണാതാകുന്നത്. ഇവിടെയായിരുന്നു പ്രിയംവദ കഴിഞ്ഞ കുറേ കാലമായി ഒറ്റയ്ക്ക് താമസിച്ചു വന്നിരുന്നത്. 2 പെൺകുട്ടികളായിരുന്നു. പെൺകുട്ടികളെ വിവാഹം കഴിച്ചതിനു ശേഷം ഇവിടെ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചു വന്നിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. വെള്ളറട പഞ്ചാവുഴിക്കടുത്തുള്ള മാവുവിളയിലായിരുന്നു താമസം. തൊട്ടടുത്താണ് ഇപ്പോൾ പ്രിയംവദയുടെ ബോഡി കണ്ടെടുത്തിരിക്കുന്നത്. ഈ വീടെന്ന് പറയുന്നത് പ്രിയംവദയുടെ ചേച്ചിയുടെ വീടാണ്. ഇപ്പോൾ ചേച്ചിയുടെ മകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം തൊട്ടടുത്തുള്ള 2 ചെറുപ്പക്കാരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ? ഇവരുമായിട്ട് ചെറുതായിട്ട് വഴിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഒരു ചീമപ്പിലാവ് നിൽക്കുന്നത് ഇങ്ങനെ ചായഞ്ഞൊക്കെ നിന്നിട്ട്, പിന്നെ അല്ലാതെ ചെറിയ വാക്ക് തർക്കങ്ങളും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയാൾ എത്ര കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു? ഒരു 4-5 കൊല്ലത്തിന് മുമ്പ്, ഒരു 3 കൊല്ലത്തിന് മുമ്പൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു പരാതി വെള്ളറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസിൽ. കുഞ്ഞമ്മ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇയാൾ എന്തോ മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെറിയൊരു കേസുണ്ടായിരുന്നു. അതൊക്കെ മാഞ്ഞൊക്കെ പോയി. പിന്നീട് ഈ പ്ലാവ് ഇങ്ങനെ ചാഞ്ഞ് വഴി നിൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇല പൊഴിഞ്ഞൊക്കെ വിടുമ്പോഴത്തേക്കും ഇളയം എപ്പോഴും പറയും ഇത് വെട്ടി മാറ്റണം, നിർത്തിയിരിക്കരുത്, നിങ്ങളുടെ സ്ഥലമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ രീതിയിലൊക്കെ വാക്ക് തർക്കങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്കറിയില്ല. കാരണം രാവിലെ ഇളയമ പോയി കഴിഞ്ഞാൽ 5:30 ആകുമ്പോഴത്തേക്കാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നമ്മളായിട്ടൊക്കെ സംസാരിക്കും, പിന്നെ കയറിപ്പോവും. പിന്നെ ഈ ഡോർ 7-7:30 ആകുമ്പോൾ അടയ്ക്കും. അടച്ച് കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണില്ല. എനിക്ക് സുഖമില്ലാത്തതാണ്, ഞാൻ പേഷ്യൻ്റാണ്, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കുന്നത്. അത് കാരണം മരം മുറിച്ച് ആവശ്യപ്പെട്ടപ്പോൾ എപ്പോഴെങ്കിലും പോലീസിൽ അങ്ങനെ എന്തെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അത് നോർമലി പറഞ്ഞതാണ്. അത് അങ്ങനെ ഭയങ്കര വ്യക്തമായിട്ടല്ല, ഇങ്ങനെ അവരുമായിട്ട് ഒരു പിണക്കം ഉള്ളത് കൊണ്ട് ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ഇളയമ പറഞ്ഞതാണ്. അല്ലാതെ വേറെ അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞതല്ല. എന്തായിരുന്നു പിണക്കം? എന്തായിരുന്നു പിണക്കമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുമായിട്ട് എന്തോ ഒരു ബന്ധം ഈ കുഞ്ഞമ്മയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അയാളുടെ അമ്മ ആരുമായിട്ടുള്ള ബന്ധമാണ്? ഇപ്പുറത്തെ ഈ പ്രതി എന്ന് പറഞ്ഞില്ലേ, ആ പുള്ളിയായിട്ട് എന്തോ ഒരു പേര് എനിക്കറിയില്ല, അടുത്താണെങ്കിൽ എനിക്ക് പേരറിയില്ല. ഈ പറയുന്ന വ്യക്തിയായിട്ട് ബന്ധം ഉണ്ടെന്ന് പറഞ്ഞ് ഇളയമ്മ വണ്ടി ഫാക്ടറി പോകുന്ന സമയത്ത് ഇവരുടെ അമ്മ റോഡിലിട്ട് ഇങ്ങനെ തെറി വിളിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു അപമാനത്തിൻ്റെ പുറത്ത് കുഞ്ഞമ്മ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങ് തേഞ്ഞ് മാഞ്ഞൊക്കെ പോയി നോർമലി. വന്നിട്ട് ഈ പുള്ളി ഇവിടെ വീട്ടിൽ വരെയൊക്കെ ചെയ്തു. ഇതിനിടയ്ക്ക് നമ്മളൊരു പ്ലാവ് വീടിൻ്റെ പുറത്തൂടെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏണിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെയൊക്കെ ചെറിയ ചെറിയ സഹകരണമൊക്കെ ഉള്ളതായിരുന്നു. ഇത്രയും ക്രൂവലായിട്ടൊരു സംഭവം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും കഴിഞ്ഞില്ല. ഒരു ഏണി വാങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുകയോ ഒക്കെ ഉള്ള ഒരു സഹകരണമൊക്കെ ഉള്ള ഒരു ആളായിരുന്നു. അങ്ങനെ ഇന്നലെ എൻ്റെ അടുത്ത് കണ്ടപ്പോഴത്തേക്കും ഞാൻ റോഡിൽ സാധനം വാങ്ങാൻ പോയപ്പോഴത്തേക്കും പുള്ളി എൻ്റെ അടുത്ത് കണ്ടു എന്തായി ഏതായെന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു. ഇന്ന് രാവിലെ ഈ പ്ലാവിൻ്റെ ഉയരെ കയറി നിന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ചോദിച്ചു അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ, എന്തെങ്കിലും അറിയാൻ പറ്റിയെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ നിമിഷം വരെ ഒരു എവിഡൻസും ഇല്ല, ഒന്നും അറിയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ചെറുപ്പക്കാരാണോ ചോദിച്ചത്? ഇയാളാണ് ചോദിച്ചത്, ഈ പറയുന്ന ആൾ. അങ്ങനെ ചോദിച്ചിട്ട് ഞാനിങ്ങകത്ത് കയറിപ്പോയിട്ട് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ഇളയമ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചതെന്നുള്ളത് ഇപ്പോഴും വീട്ടുകാർക്ക് പോലും അറിയില്ല. പക്ഷേ നമ്മൾ ഈ വന്ന വഴി വളരെ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയാണ്. ഈ വഴിയിൽ നിന്ന മരങ്ങൾ, ചെറിയ കൊമ്പുകളൊക്കെ മുറിച്ച് ആവശ്യപ്പെട്ടിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്. അങ്ങനെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തുന്നതിനുള്ള ഒരു മോട്ടീവ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബം പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.